ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല കിഡിലും ടേസ്റ്റിലുള്ളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ബേക്കറിയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്നതിനേക്കാൾ നല്ല ടേസ്റ്റിൽ നമുക്ക് വളരെ വേഗം തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ പിന്നെ നമുക്ക് വേഗം തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അല്ലേ. അതിൻ്റെ മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള കാരമൽ സിറപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ളൊരു പാനാണ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അടി കട്ടിയുള്ള ഏത് പാത്രത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കുക. കനം കുറച്ചിട്ട് ഇങ്ങനെ പരത്തിയിട്ട് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് തീ വളരെ കുറച്ച് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പം പിന്നെ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ അങ്ങോട്ട് മാറിപ്പോവും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. നമ്മളിത് സ്റ്റൗ ടോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അടുത്തുനിന്ന് പോകാൻ പറ്റില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് സെൻറ്റർ ഭാഗം ഇങ്ങനെ മെൽറ്റായി വരൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ എല്ലാതും ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും മെൽറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ സമയത്തൊക്കെ തീ വളരെ കുറച്ച് വേണം വെച്ച് കൊടുക്കാൻ, ആ കാര്യം മറക്കരുത്. ഇനി ഞാൻ ഇതിലേക്കൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് കട്ടായ പോലെ ഉണ്ടാവും. പിന്നെ അത് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ മെൽറ്റായി വരും ചെയ്യും കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ കാരമൽ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിൽ നിന്നും ഒരു 1/4 ഭാഗം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളത് തണുക്കാനായിട്ട് വെക്കാം. ഇത് നല്ലോണം തണുത്തതിന് ശേഷം നമുക്ക് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് നല്ലോണം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള ഈ കാരമൽ സിറപ്പിലേക്ക് ഞാനൊരു 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കാത്ത നല്ല ഫ്രഷ് ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓണാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജാം ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ പ്ലം കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇനി ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ജാം അതിൽ അലിഞ്ഞ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇതൊന്ന് നല്ലോണം തിളച്ച് വരട്ടെ. ഇനി നമുക്കിതിലേക്കുള്ള ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് ഉണക്കമുന്തിരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/2 കപ്പ് ഈത്തപ്പഴം കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് അത്തിപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്തിപ്പഴം കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ 1/2 കപ്പ് ചെറി കട്ട് ചെയ്തതും ഒരു 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്രയും ഫ്രൂട്ട്സ് ഒന്നും വേണമെന്നില്ല, 1/4 കപ്പ് ചേർത്ത് കൊടുത്താലും മതി. കൂടുതലുണ്ടെങ്കിൽ കേക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ ഓറഞ്ച് ജ്യൂസും കാരമൽ സിറപ്പൊക്കെ കുറച്ച് കുറവാക്കിയാൽ മതി കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് ബദാമും കാഷ്യൂവും അതുപോലെ പിസ്തയൊക്കെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഓറഞ്ച് ജ്യൂസൊക്കെ ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. അതുവരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇതിലെ ഓറഞ്ച് ജ്യൂസ് പകുതി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി നീരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാതും കൂടെ നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് കുറച്ച് സമയം ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിലെ ആ ഒരു ജ്യൂസൊക്കെ വറ്റി വരുന്നത് വരെ തന്നെ വെക്കാം. ഇപ്പോൾ ഇതിലുള്ള ജ്യൂസൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി ചൂടാറി വരുമ്പോഴേക്കും ഇത് നല്ലോണം ഒന്ന് തിക്കായി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് കുറച്ച് സമയം ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. സാധാരണ പ്ലം കേക്കൊക്കെ ചെയ്യുമ്പോൾ 2-3 ദിവസം മുമ്പേ ഈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതാണ് ഒന്നും കൂടെ എളുപ്പം.
അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സും നട്ട്സൊക്കെ നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുകയാണ്. കേക്കിൻ്റെ ബാറ്ററിലേക്ക് നമ്മൾ ഈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുമ്പോൾ അടിയിലേക്ക് താഴ്ന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ മൈദ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ മൈദ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അത് കേക്കിൻ്റെ എല്ലാ ഭാഗത്തായിട്ടും നിൽക്കും. അപ്പോൾ ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് കേക്കിലേക്കുള്ള ഫ്ലോറൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഞാനിവിടെ 250 ml കപ്പിൽ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ അതുപോലെ ജാതിക്കയും പട്ടയും ഗ്രാമ്പും കൂടെ പൊടിച്ചെടുത്തത് 1/2 ടീസ്പൂണും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഒരു പ്രാവശ്യം ഇങ്ങനെ അരിച്ചെടുത്തിട്ട് വിസ്ക് വെച്ചിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്താലും മതി കേട്ടോ. ഇനി ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയാണ് എടുക്കേണ്ടത്, ഫ്രിഡ്ജിൽ വെച്ചത് എടുക്കരുത്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ കയ്യിൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് മിക്സിയിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ നല്ലോണം ഫ്ലഫി ആക്കിയിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ അൺസാൾട്ടഡ് ബട്ടർ ആണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. നിങ്ങൾക്ക് മെൽറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് കുറച്ച് സമയം മുൻപ് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇതുപോലെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നേരത്തെ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ കാരമൽ സിറപ്പും കൂടെ ഈ ഒരു മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ പതുക്കെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്കുള്ള ഫ്ലോർ ഒന്ന് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. 3-4 പ്രാവശ്യമായിട്ടാണ് കേട്ടോ നമ്മളിത് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഈ എഗ്ഗ് മിക്സ് ഇങ്ങോട്ട് താഴ്ന്നു പോയിട്ട് കേക്കിന് കുറച്ച് കട്ടി കൂടുതലായിരിക്കും കേട്ടോ, സോഫ്റ്റ് കുറയും അതിൻ്റെ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഞാനിപ്പോൾ ഇതൊരു 4 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ഫ്ലോർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേക്കിലേക്കുള്ള മുഴുവൻ ഫ്ലോറും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇതും 2-3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്, ഒരുമിച്ചിട്ട് കൊടുക്കരുത്. ഇതുപോലെ 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ഇതിലിങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. വീഡിയോ നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ സ്പീഡൊന്ന് കൂട്ടി കൊടുത്തതാട്ടോ. ഞാൻ പതുക്കെ തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ഇനി ഞാനിത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡിലും സെൻറ്ററിലൊക്കെ ആയിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മിക്സ് ഒന്ന് ആക്കി കൊടുക്കാം. കടയിൽ നിന്ന് നമ്മൾ പ്ലം കേക്ക് വാങ്ങിക്കുമ്പോൾ ഇത്രയൊന്നും ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അത് വാങ്ങിച്ച് കഴിച്ചവർക്കറിയാം. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുമ്പോഴാണ് നമ്മൾ ഇത്രയും കൂടുതലായിട്ട് നല്ല കുറച്ച് റിച്ചായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് പതുക്കെ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂ അതുപോലെ ടൂട്ടി ഫ്രൂട്ടിയും ഉണക്കമുന്തിരിയൊക്കെ ഇട്ടിട്ടൊന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കേക്ക് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിലാണ് കേട്ടോ. നിങ്ങൾക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 180 ഡിഗ്രിയിൽ 1.25 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ എനിക്കിത് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓവനിൽ നിന്നും മാറ്റിയിട്ട് ഈ മുകളിൽ നിന്നും റിമൂവ് ചെയ്തെടുക്കാം. ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്യുകയാണ് കേട്ടോ നല്ലത്. ശരിക്കും ഒരു ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ പിന്നെ പൊടിഞ്ഞു പോവുകയൊന്നും ചെയ്യൂല. ഇപ്പോൾ കണ്ട കേക്ക് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്കിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിട്ട് വൈകുന്നേരമാണ് കേട്ടോ. രാവിലെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, വൈകുന്നേരമാണ് ഇത് കട്ട് ചെയ്യുന്നത്. ഇത്രയും ടേസ്റ്റിൽ നമുക്ക് പ്ലം കേക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ തയ്യാറാക്കി തന്നെ വേണം കേട്ടോ. ബേക്കറിയിൽ നിന്ന് കിട്ടുമ്പോൾ എന്തായാലും ഇത്ര ഫ്രൂട്ട്സും നട്ട്സും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ പ്ലം കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ പുതിയ വ്യൂവേഴ്സാണ് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.